വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് രൂപത ഒരു അതിരൂപതയായി ഉയർത്തപ്പെട്ടു. ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉയർത്തപ്പെട്ടു എന്ന കാര്യം സ്ഥാനാരോഹണ ചടങ്ങായി നമ്മൾ നടത്തുന്നത് മെയ് 25-ാം തീയതി 3 മണിക്ക് നടത്തുന്നത്, സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത്. 10,000 അതുപോലെ മീഡിയക്കാരായ നിങ്ങൾ എല്ലാവരും തന്നെ എപ്പോഴും രൂപതയുടെ എല്ലാ കാര്യങ്ങളും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. നിങ്ങളെല്ലാവരെയും ഈ ഒരു മീറ്റിംഗിലേക്ക്, സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ജെൻസൺ പുത്തൻവീട്ടിൽ ഉണ്ട്. അതുപോലെ തന്നെ രൂപത മീഡിയ ആനിമൽ KLCA കോഴിക്കോട് അതിരൂപത പ്രസിഡന്റ് ബിനു എഡ്വേർഡ്, രാഷ്ട്രീയ മെമ്പർ ജോസഫ് റബല്ലോ, എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് ഈ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നതിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കും. ശേഷിപ്പിക്കുന്ന ഒരു രൂപതയാണ് കോഴിക്കോട് രൂപത. ഫ്രാൻസിസ് പാപ്പയുടെ അവസാന ജീവിത നിമിഷങ്ങളിൽ താൻ ഏറ്റെടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ അതിരൂപതയുടെ പ്രഥമ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പായി അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിനെ നിയമിക്കുകയും ചെയ്തു. ഇതൊരു വലിയ ആഘോഷമാണ്. നന്ദി പറഞ്ഞുകൊണ്ട് ദൈവജനം മുഴുവനും ഈ വരുന്ന ഞായറാഴ്ച മെയ് 25-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സിറ്റി സെയിന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിൽ വെച്ച് കൃതജ്ഞതാ ബലിയും സ്ഥാനാരോഹണവും നടത്തുകയാണ്. ഇതിന് എപ്രകാരമാണ് അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത് എന്ന് വളരെ ബ്രീഫായി നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 2:30 ബിഷപ്സ് ഹൗസിൽ നിന്നും അനേകരുടെ അകമ്പടിയോടുകൂടി ബൈക്ക് റാലിയോടുകൂടി സിറ്റി സെയിന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിലേക്ക് അഭിമന്യ വർഗീസ് പിതാവിനെ നയിക്കുന്നു. അവിടെ എല്ലാ മെത്രാന്മാർക്കും വളരെ ഹൃദ്യമായ ഒരു സ്വീകരണവും സ്വാഗതവും നൽകി കൃത്യം 3 മണിക്ക് ദിവ്യബലി അർപ്പണം തുടങ്ങുകയാണ്. ഈ ദിവ്യബലി അർപ്പണത്തിന് മുഖ്യ കാർമ്മികനായി വരുന്നത് വത്തിക്കാൻ സ്ഥാനപതി അപ്പസ്റ്റോലിക് നുൻഷ്യോ ടു ഇന്ത്യ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ലിയോപോൾഡ് ചിരല്ലി പിതാവാണ്.